ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ട് ഫുൾ മൂൺ മെസ്സേജസ് ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഇന്ന് മെയിനായിട്ട് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പ്രോഗ്രസ് ആണ്. അതായത് നിങ്ങൾ പാസ്റ്റിൽ ചെയ്ത ഹീലിംഗ് വർക്ക്, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ഷാഡോ വർക്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങളൊരു ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോളിൽ കൂടെ കടന്നു പോയിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും തളർന്നു പോകാതെ നിങ്ങളുടെ ഇന്നർ വർക്കിൽ, ഇന്നർ എൻജിനീയറിങ്ങിൽ നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അവിടുത്തെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോഗ്രസ് റിപ്പോർട്ടാണ് ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനുശേഷം ഇനി മുന്നോട്ടുള്ള സമയങ്ങളിൽ എന്തൊക്കെ എനർജീസ് കെയർഫുൾ ആകണം, എന്തൊക്കെ ഹീൽ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, ഓവറോൾ അതാണ് ഈ ഒരു ഫുൾ മൂൺ എനർജിയിൽ വന്നിട്ട് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ഓപ്ഷൻസ് എടുത്തു വച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് സ്ക്രീനിൽ ഓൾറെഡി 2 പിക്ചർ കാണാനായിട്ട് സാധിക്കും. കുറച്ചൊരു കാം എനർജിയിൽ ഇരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഒരു പൈൽ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ പൈൽ സെലക്ഷൻ നടത്തുക. നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ ഫുൾ മൂൺ മെസ്സേജസ് എന്തൊക്കെയാണെന്ന്. ഓക്കെ, പൈൽ നമ്പർ 1. ഫസ്റ്റ് നമുക്ക് നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ മൂൺ മാജിക്കിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഹീലിംഗ് കൊണ്ടുവരാനായിട്ട് നിങ്ങളുടെ ആ ഒരു ഷാഡോയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് നോക്കാം. പിന്നെ നമുക്ക് ഗൈഡൻസ് നോക്കാം. ഓക്കെ, താങ്ക് യു. പൈൽ നമ്പർ 1. താങ്ക് യു. Hanged Man, Ace of Inspiration, the Sun, the Tower, 4 of Wands. ബാക്കിൽ വന്നിട്ട് 10 ഓഫ് ഇമോഷൻസിൻ്റെ എനർജിയാണ്. ഇവിടെ നമുക്ക് ഈ ഒരു 3 കാർഡിലും സണ്ണിൻ്റെ എനർജി കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോളാർ പ്ലെക്സസ് ചക്ര അല്ലെങ്കിൽ ആ ഒരു പോസിറ്റീവ് എനർജി നിങ്ങളുടെ ഉള്ളിൽ ആക്ടിവേറ്റ് ആയിട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ പാസ്റ്റിൽ നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻ സ്റ്റക്ക് ആയിട്ടിരുന്നിട്ടുണ്ട്. ചിലപ്പോൾ ഇമോഷണലി ആയിരിക്കാം, ഫാമിലി, ഫ്രണ്ട്സ്, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. മെയിനായിട്ട് നിങ്ങളുടെ സെക്രൽ ചക്രയിൽ ഒത്തിരി പാസ്റ്റ് എനർജീസ്, പാസ്റ്റ് വൂൺസ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അതെന്തൊക്കെയാണ്, ഓക്കെ, എവിടെയാണ് ഞാൻ വർക്ക് ചെയ്യേണ്ടത്, അതിലൊരു ക്ലാരിറ്റി, വ്യക്തത നിങ്ങൾക്ക് ലഭിച്ചേക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ട് നിങ്ങളുടെ 3rd ഐ ചക്ര കുറച്ചും കൂടെ ഓപ്പൺ ആയിട്ടിരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ, നിങ്ങൾക്ക് കിട്ടുന്ന ഗട്ട് ഫീലിംഗ്, അത് കറക്റ്റായിട്ട് മനസ്സിലാക്കാനായിട്ട് അതിനനുസരിച്ചിട്ട് ലൈഫിൽ ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് സാധിച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഏസ് ഓഫ് വോൺസിൽ നിന്നിട്ട് ഒത്തിരി ഇൻസ്പിറേഷൻ നിങ്ങൾക്ക് വരുന്നുണ്ടാകാം. ഓക്കെ, കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് ഫസ്റ്റ് വന്നിട്ട് ഒരു ഇമോഷണൽ ട്രബിൾ, എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് സിറ്റുവേഷനിലായിരിക്കാം ഇത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാകാം. പക്ഷെ പിന്നീട് നിങ്ങൾ ആ ഒരു ഇമോഷനിൽ പ്രോസസ്സ് ചെയ്തിരിക്കുന്ന സമയത്ത്, അത് എന്താണെന്ന് മനസ്സിലാക്കുന്ന സമയത്ത് അതിൽ ക്ലാരിറ്റി, വ്യക്തത, അതിന് ഒരു ആൻസർ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ഇൻറ്റേർണൽ ആ ഒരു പ്രോബ്ലം, നിങ്ങളുടെ സീക്രൽ ചക്രയിൽ ഉണ്ടായേക്കുന്ന പ്രോബ്ലം, അത് സർഫസ് ലെവലിലോട്ട് പൊങ്ങി വരുന്നുണ്ടാകാം. അത് പല കയോസ്, പല നെഗറ്റീവായിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ ലൈഫിൽ ആ ഒരു ഇവൻ്റായിട്ട് വരുന്നുണ്ടാകാം, അല്ലെങ്കിൽ ഇമോഷനായിട്ട് വരുന്നുണ്ടാകാം. പക്ഷെ നിങ്ങൾ കുറച്ചും കൂടെ ടൈം എടുത്തിട്ട് എവിടെയാണ് ഹീലിംഗ് വേണ്ടത്, എന്തെല്ലാം ഞാൻ ലെറ്റ് ഗോ ചെയ്യണം, ഓക്കെ, അതിലെല്ലാം പ്രോസസ്സ് ചെയ്യുന്നതായിട്ട് ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രോഗ്രസ് നിങ്ങളോട് സെലിബ്രേറ്റ് ചെയ്യാനായിട്ടാണ് പറയുന്നത്. യു ഡിഡ് ഇറ്റ്. ഓക്കെ, നിങ്ങളുടെ ഹാർഡ് വർക്ക് കൊണ്ടിട്ട്, നിങ്ങളുടെ ഡിറ്റർമിനേഷൻ കൊണ്ടിട്ട് നിങ്ങൾ ഒത്തിരി ഹീലിംഗ് ജേർണിയിൽ മുന്നോട്ട് വന്നേക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അത് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ,
അതുപോലെ തന്നെ ഈ ഒരു ഹീലിംഗ് ജേർണിയിൽ വന്നിട്ട് മെഡിറ്റേഷൻ നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാകാം. ഇൻ കേസ് നിങ്ങൾക്ക് ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ലെങ്കിലും കുറച്ചും കൂടെ ആ ഒരു മെഡിറ്റേറ്റീവ് ആയിട്ടുള്ള മൈൻഡ് പോസ് എടുത്തിട്ട് കുറച്ചൊന്ന് ചിന്തിച്ചിട്ട് ആ ബാലൻസിലിരുന്നിട്ട് മുന്നോട്ട് പോകാനായിട്ടും കുറച്ച് പേർക്ക് സാധിച്ചിട്ടുണ്ടാകാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ എന്തെങ്കിലും ലിമിറ്റിംഗ് ബിലീഫ് സിസ്റ്റം, നിങ്ങളെ തളച്ചു വച്ചിരുന്ന എന്തെങ്കിലുമൊക്കെ പഴയ കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചു വച്ചിരുന്ന പല കാര്യങ്ങളും, അതിലെല്ലാം കുറേ കൂടെ ഹീലിംഗ് കൊണ്ടുവരാനായിട്ട് അതിലെന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ഉൾക്കൊള്ളണം, എന്തൊക്കെ ഓൾഡ് ബിലീഫ് സിസ്റ്റം എനിക്കിനി മുന്നോട്ട് സെർവ് ചെയ്യാത്ത എന്തൊക്കെ ചിന്തകളാണുള്ളത്, അതെല്ലാം ലെറ്റ് ഗോ ചെയ്യാനായിട്ടും കുറച്ച് പേർക്ക് ഈ ഒരു സമയം കൊണ്ട് സാധിച്ചിട്ടുണ്ടാകാം. ഓക്കെ, ഇനി നെക്സ്റ്റ് നിങ്ങൾ ഈ ഒരു സമയത്ത് റിലീസ് ചെയ്യേണ്ട എനർജി വന്നിട്ട് ഈ ഒരു ടവർ കാർഡിലാണുള്ളത്. അതായത് നിങ്ങളുടെ മനസ്സിലെ പേടിയാണ്. ഇവിടെ സ്പിരിച്വലി എന്തെങ്കിലുമൊക്കെ ടവർ മൂവ്മെൻറ്റ് നടക്കുന്ന സമയത്ത് ഈ ഒരു ഞാനിവിടെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു കൊളാപ്സിങ് എനർജി, നിങ്ങൾ പടുത്ത് ഉയർത്തിക്കൊണ്ട് വന്ന ആ ഒരു ബിലീഫ് സിസ്റ്റം, ആ പല കാര്യങ്ങളും എന്താ പറയുക നിലത്ത് വീണ് ഉടയണ സമയത്ത് അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു എനർജിയിൽ നിന്നിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ പുറത്ത് കിടക്കണം. ആ ഒരു സ്ട്രഗിൾ കുറച്ച് പേരെ എഫക്റ്റ് ചെയ്യുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടെ ആ ഒരു ബോൾഡായിട്ടുള്ള എനർജി, എന്ത് വന്നാലും അതിനെ ഞാൻ ഫേസ് ചെയ്യുന്നതാണ്, അതിൽ നിന്ന് ഞാൻ ഓടിപ്പോകത്തില്ല, പേടി കൊണ്ടിട്ട് ഞാൻ ഒളിച്ചിരിക്കത്തില്ല. ആ ഒരു എനർജിയിൽ നിങ്ങൾ കുറച്ചൊന്ന് വർക്ക് ചെയ്യാനായിട്ട് ഇനി മുന്നോട്ടുള്ള സമയങ്ങളിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു പേടി നിങ്ങൾ ഹീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് ഇത് ഓവർ ഇമോഷണൽ ആകുന്ന എനർജിയാണ്. ആ ഒരു ഓവർവെൽമിങ് എനർജി നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല, ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, ആ ഒരു സിറ്റുവേഷനും കുറച്ച് പേർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകാം. അതിന് പകരമായിട്ട് നിങ്ങളുടെ ആ ഒരു എന്താണോ ചെയ്യാനുള്ളതിൽ അതിൽ കുറച്ചും കൂടെ കമ്മിറ്റ്മെൻറ്റ് കൊണ്ടുവരാനായിട്ട്, കുറച്ചും കൂടെ അർപ്പണ മനോഭാവം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ 4 ഓഫ് ഇൻസ്പിറേഷൻ വന്നിട്ട് 4 ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ്. ഇനി കുറേ മുന്നോട്ട് പോണ സമയത്ത്, അതായത് നെക്സ്റ്റ് ന്യൂ മൂണിന് മുന്നേ ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാരുടെ എനർജീസ് കുറച്ചും കൂടെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ആരാണ് തൻ്റെ കൂടെ ഉള്ളത്, ആരാണ് തന്നെ സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്, ഗൈഡ് ചെയ്യുന്നത്, ഏതെല്ലാം എനർജീസാണ് എനിക്ക് വിരുദ്ധമായിട്ട് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, എൻ്റെ നന്മ ആഗ്രഹിക്കുന്ന എനർജിയും എൻ്റെ തിന്മ ആഗ്രഹിക്കുന്ന എനർജിയും, അത് കുറച്ചൊന്ന് മനസ്സിലാക്കിയിട്ട് ഒരു സ്ട്രോങ് ബൗണ്ടറി സെറ്റ് ചെയ്യാനായിട്ട് നിങ്ങളോട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പേർക്ക് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. എന്തെങ്കിലുമൊക്കെ ഹെൽപ്പിൻ്റെ ആവശ്യമുണ്ട്, സപ്പോർട്ടിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ആ ഒരു ഗ്രൂപ്പിനെ, ആ ഒരു സപ്പോർട്ട് ഗ്രൂപ്പിനെ നിങ്ങൾ മനസ്സിലാക്കാനായിട്ടും ശ്രമിക്കുക ഈ ഒരു പ്രോസസ്സ് ത്രൂ. ഓക്കെ, അതും മുന്നോട്ട് നിങ്ങൾക്ക് ഒത്തിരി ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാനായിട്ട്, അതുപോലെ തന്നെ ഒത്തിരി അവസരങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് ആ ഒരു എനർജി കൊണ്ടുവരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് കൂടുതലായിട്ട് നോക്കാം. Thank you. Pile number 1. Last quarter moon in Capricorn. Leave the past behind. Yeah. പാസ്റ്റ് വൂൺസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഒത്തിരി ഇന്നർ വർക്ക് ചെയ്തിട്ടുണ്ട്, ഒത്തിരി ഹീലിംഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാം വേണ്ടിയിട്ട് കുറച്ചും കൂടെ പ്രൗഡ് ഫീൽ ചെയ്യാനായിട്ടാണ് നിങ്ങളോട് പറയുന്നത്. ഓക്കെ, ലാസ്റ്റ് ക്വാർട്ടർ മൂൺ വന്നിട്ട് നിങ്ങളിപ്പോൾ ആ ഒരു എനർജിയുടെ ലാസ്റ്റ് ഫേസിലിരിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ്സ്, ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒന്നും കൂടെ ആ ഒരു എനർജി ഒന്ന് ബാലൻസ് ചെയ്ത് കഴിയുമ്പോൾ അതിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ഫൈനൽ റൗണ്ട് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഈ ഒരു സമയത്ത് വന്നിട്ട്. അതുപോലെ തന്നെ എനിക്ക് സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ ലൈഫിൽ ഇനി മുന്നോട്ടുള്ള സമയങ്ങളിൽ ഒത്തിരി ചേഞ്ചസ്, ഒത്തിരി മാറ്റങ്ങൾ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ജീവിക്കുന്ന ആ ഒരു പ്ലേസിൽ, ആ ഒരു എൻവയറമെൻറ്റിൽ ചേഞ്ച് ആയിരിക്കാം, ജോലിയിൽ ഷിഫ്റ്റ് ആയിരിക്കാം, നിങ്ങളുടെ ഫാമിലി ലൈഫിൽ എന്തെങ്കിലുമൊക്കെ പുതിയ ചേഞ്ചസ് ആയിരിക്കാം. അപ്പോൾ ആ ഒരു എനർജി ഷിഫ്റ്റ് നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, ആ ഒരു ചേഞ്ച്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടെ ഓപ്പൺ ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതും നിങ്ങളെ ഇവിടെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഹാർട്ട് ചക്ര ഓപ്പൺ ചെയ്തിരിക്കാനായിട്ട്, തുറന്ന മനസ്ഥിതിയോടുകൂടി കാര്യങ്ങളെ സമീപിക്കാനായിട്ട് ശ്രമിക്കുക. വേറെ എന്ത് ബ്ലെസ്സിങ് ആണ് ഈ ഒരു ഫുൾ മൂണിൻ്റെ എനർജി നിങ്ങളുടെ ലൈഫിലോട്ട് കൊണ്ടുവരുന്നതെന്ന് നോക്കാം. താങ്ക് യു. പയൽ നമ്പർ 1. ഓക്കെ, ഇവിടെ ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഫാമിലി ഹീലിംഗ് ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്.
നിങ്ങളുടെ ഫാമിലി, ഫ്രണ്ട്സായിട്ടുള്ള റിലേഷൻഷിപ്സിൽ ഒത്തിരി ഹീലിംഗ് എനർജി കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആഴത്തിലുള്ള ആ ഒരു സ്നേഹം. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങളുടെ പാഷൻ ഫോളോ ചെയ്യാനായിട്ട് ഒരു ബ്ലെസ്സിങ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ബാക്കിൽ വന്നിട്ട് 10 ഓഫ് വോൺസിൻ്റെ എനർജിയാണ്. ഓക്കെ, നിങ്ങളിവിടെ പാസ്റ്റിലെ ആ ഒരു വൂൺസ്, നിങ്ങൾക്ക് നേരിട്ടേക്കുന്ന പല കാര്യങ്ങളും ലെറ്റ് ഗോ ചെയ്തിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതെല്ലാം വൃത്തിയാക്കി അടുക്കി ഈ ഒരു ബാസ്ക്കറ്റിലിട്ടിട്ട് തൻ്റെ ജേർണിയായിട്ട് കോൺഫിഡൻസോടുകൂടി മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്ന ആ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ടാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. പാസ്റ്റിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഒത്തിരി ഓവർ ഇമോഷണൽ എനർജിയിൽ വന്നിട്ട് റിയാക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ, പ്രതികരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അവിടെ കുറച്ചും കൂടെ ഒരു കമ്പാഷൻ കൊണ്ടുവരാനായിട്ട്, കുറച്ചും കൂടെ ബാലൻസ്ഡ് ആയിട്ട് അതിനോട് റെസ്പോണ്ട് ചെയ്യാനായിട്ട് ഓക്കെ നിങ്ങൾ പഠിച്ചേക്കുന്നതായിട്ടും കുറച്ച് പേർക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഇനി മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു എനർജിയിലോട്ട് വരുന്നതാണ്. കുറച്ചും കൂടെ നിങ്ങളെ കെയർ ചെയ്യുക, മറ്റുള്ളവരിലും ആ ഒരു എനർജി ഷെയർ ചെയ്യുക. കുറച്ച് പേർക്ക് നിങ്ങളുടെ മദർ അല്ലെങ്കിൽ പ്രായമായിട്ടുള്ള ആ ഒരു ഫെമിനിൻ എനർജിയായിട്ട് കുറേ കൂടെ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടാകാം. അവർക്ക് എന്തെങ്കിലുമൊക്കെ ഹീലിംഗ് കൊടുക്കുക, എന്തെങ്കിലും റിലീഫ് കൊടുക്കുക, എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളുണ്ടെങ്കിൽ അവരുടെ അടുത്ത് നിന്നിട്ട് അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾക്ക് കുറച്ചും കൂടെ മുൻഗണന കൊടുക്കാനായിട്ടും കുറച്ച് പേരൊക്കെ ഒരു ബ്ലെസ്സിങ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് റിസീവ് ആകുന്നതുമാകാം. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു പരിഗണന, ആ ഒരു സ്നേഹം, ആ ഒരു റിലീഫ്, ആ ഒരു ആശ്വാസം നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്നതുമാകാം. നെക്സ്റ്റ് നിങ്ങൾക്കുള്ള അഡ്വൈസ് എന്താണെന്ന് നോക്കാം. മൂൺ നിങ്ങൾക്ക് എന്ത് അഡ്വൈസാണ് നൽകാനായിട്ട് ആഗ്രഹിക്കുന്നത്? താങ്ക് യു. ഇറ്റ്സ് ടൈം ടു ടേക്ക് ആക്ഷൻ. ന്യൂ മൂൺ ഇൻ ഏരീസ്. ബാക്കിൽ യുവർ ഹാർഡ് വർക്ക് ഈസ് പേയിങ് ഓഫ്. ന്യൂ മൂൺ ഇൻ കാപ്രിക്കോൺ. ഒത്തിരി ഹാർഡായിട്ട് നിങ്ങളോട് പെരുമാറാതിരിക്കുക. നിങ്ങളുടെ ഇമോഷൻസ് ഒന്ന് കൂൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, മുന്നോട്ടുള്ള സമയങ്ങളിൽ അത് നിങ്ങളെ ഈ ഒരു സ്റ്റെബിലിറ്റിയിലോട്ട് കൊണ്ടുവരുന്നതാണ്. അതുപോലെ തന്നെ ആക്ഷൻ എടുക്കേണ്ട സമയത്ത് ഒരു കമ്മിറ്റ്മെൻറ്റ്, അർപ്പണ മനോഭാവത്തോടു കൂടി ചെയ്യേണ്ട സമയത്ത് അതിൽ നിന്ന് നിങ്ങൾ പേടി കൊണ്ടിട്ട്, ഫിയർ കൊണ്ടിട്ട് മാറി നിൽക്കാതിരിക്കുക. ഇവിടെ പറഞ്ഞ ആ ഒരു സെയിം എനർജി തന്നെയാണ്. ഫേസ് ചെയ്യുക നിങ്ങളുടെ ലൈഫ്. എന്താണോ ലൈഫ് ആവശ്യപ്പെടുന്നത് അതിനനുസരിച്ചിട്ട് ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട്, മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ട് ലൈഫായിട്ട് മുന്നോട്ട് പോകാനായിട്ട്, ആക്ഷൻസ് എടുക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹെൽപ്പ് നേടാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് പ്രൊഫഷണൽ ഹെൽപ്പായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ക്ലോസ് ആയിട്ടുള്ള ആ ഒരു ഗ്രൂപ്പിൽ നിന്നിട്ട് സപ്പോർട്ട് നേടാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് എടുക്കാനായിട്ടും ഈ ഒരു സമയത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പൈലിൽ ഹനുമാൻ സ്വാമിയുടെ എനർജിയും എനിക്ക് സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് സ്ട്രെങ്ത്ത്, കോൺഫിഡൻസ്, ഓക്കെ, അത് നിങ്ങളുടെ വർദ്ധിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ഇമ്പോസിബിൾ ആണെന്ന് കരുതിയേക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് സോൾവ് ചെയ്യാനായിട്ട്, മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നതാണ്. അതിൽ സക്സസ്, വിക്ടറി നിങ്ങളുടെ ലൈഫിൽ വരുന്നതാണ്. ആ ഒരു ബ്ലെസ്സിങ്ങും നിങ്ങളുടെ ലൈഫിൽ കടന്നു വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പൈൽ നമ്പർ 1 ചൂസ് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഫാമിലി, ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം ഫുൾ മൂൺ മെസ്സേജസ് എന്തൊക്കെയാണ്. ഫസ്റ്റ് നിങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് നോക്കാം. അതിനുശേഷം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതിൽ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യാം നമുക്ക്. ഓക്കെ, താങ്ക് യു. പൈൽ നമ്പർ 2. Page of Materials. The Fool. High Priestess. Queen of Inspiration. Number 20, Awakening. Backla കിങ് ഓഫ് ഇൻസ്പിറേഷൻ ആണ് വന്നിരിക്കുന്നത്. കിങ് ഓഫ് വാൻഡ്സിൻ്റെ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ പവർ,
നിങ്ങൾ തിരിച്ച് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി പ്രയത്നിച്ചേക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പവർ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, ആ ഒരു കോൺഫിഡൻസിലോട്ട് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങളെ ഇൻസ്പയർ ചെയ്യുക, നിങ്ങളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുക, ഹീലിംഗ് നടത്തുക, അങ്ങനത്തെ ഒത്തിരി എനർജീസിൽ കൂടെ നിങ്ങൾ പോയിട്ടുണ്ടാകാം. മെയിനായിട്ട് നിങ്ങളുടെ സബ് കോൺഷ്യസ് ലെവലിലുള്ള ബ്ലോക്കേജ്, നമുക്ക് എന്താ പറയുക, മറ്റുള്ളവർക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല. ആ ഒരു ബ്ലോക്കേജ് വന്നിട്ട് ഹിഡൻ ആയിട്ടിരിക്കുന്ന, ഡീപ്പായിട്ടിരിക്കുന്ന വൂൺസ് ആയിരിക്കാം. ചെറുപ്പം തൊട്ടിട്ട് നമ്മൾ അനുഭവിച്ചു വരുന്ന പല കാര്യങ്ങളും നിങ്ങളെ ഷേപ്പ് ചെയ്തിട്ടുണ്ടാകാം, മോൾഡ് ചെയ്തിട്ടുണ്ടാകാം. നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുക, നിങ്ങളെ ഗൈഡ് ചെയ്യുക, ആ ഒരു എനർജി എല്ലാം മിസ്സിംഗ് ആയിട്ട് കുറച്ച് പേർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാകാം. അപ്പോൾ അതിലെല്ലാം കുറച്ച് പേര് ഈ ഒരു സമയത്ത് വർക്ക് ചെയ്തേക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, പേജ് ഓഫ് പെൻറ്റക്കിൾസിൽ വന്നിട്ട് ഇവിടെ വന്നിട്ട് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു ഫൂളും വന്നിട്ട് നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ന്യൂ ബിഗിനിങ്സ് സംഭവിച്ചിട്ടുണ്ട്. പാസ്റ്റിൽ നിന്നിട്ട് നിങ്ങൾ നോക്കണ സമയത്ത്, ആ ഒരു ജേർണി നോക്കണ സമയത്ത് ഒത്തിരി പുതിയ കാര്യങ്ങൾ, ഒത്തിരി ന്യൂ ബിഗിനിങ്സ്, ഒത്തിരി ഡെത്ത് ആൻഡ് റീബർത്തിൻ്റെ എനർജി കൂടെ. ഓക്കെ, മരിച്ചു ജീവിക്കുക എന്ന് പറയില്ല, അതുപോലെ തന്നെ നമ്മൾ മരിക്കും, പിന്നീട് പുനർജനിക്കും. ആ ഒരു ഡെത്ത് ആൻഡ് റീബർത്തിൻ്റെ എനർജി കൂടെ നിങ്ങൾ ഒത്തിരി കടന്നു വന്നിട്ടുണ്ട്. അത് കുറച്ച് പേർക്ക് സബ് കോൺഷ്യസ് ലെവലിലായിരിക്കാം. ആ ഒരു ബ്ലോക്കേജ് കുറേശ്ശെ ആയിട്ട് മാറി വരുന്നതായിരിക്കും. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഈഗോയിലായിരിക്കാം. ഓക്കെ, അവിടെ നിങ്ങൾ ഒത്തിരി വർക്ക് ചെയ്തേക്കുന്നതായിട്ട്, ഒത്തിരി എന്താ പറയുക, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ അതുവഴി ഒത്തിരി സ്ട്രോങ് ആയേക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേര് ഇത് കാണുന്നവരിൽ സൈക്കിക്സ് ഉണ്ടാകാം, നിങ്ങളുടെ സ്പിരിച്വാലിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ടാകാം, ഒരു ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജിയിൽ ഇരിക്കുന്നവരുണ്ടാകാം. ഓക്കെ, അത് ഡിസ്കവറി ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഒരു സ്ട്രെങ്ത്ത്, ആ ഒരു പോസിറ്റിവിറ്റി ഡിസ്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോളിൽ കൂടെ കടന്നു പോയിട്ടുണ്ടാകാം. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒത്തിരി ഇൻസിഡൻസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ഈ ഒരു എനർജിയിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒത്തിരി കാര്യങ്ങൾ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാകാം ലൈഫ്. ഓക്കെ, അപ്പോൾ അതെല്ലാം പോസിറ്റീവായിട്ട് നിങ്ങൾ തരണം ചെയ്തേക്കുന്നതായിട്ട്, നിങ്ങളുടെ ആ ഒരു പവർ വീണ്ടെടുക്കാനായിട്ട് കുറേയൊക്കെ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഓക്കെ, ന്യൂ ബിഗിനിങ്സ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ കാഴ്ചപ്പാടുകളിൽ, നിങ്ങളുടെ പെർസ്പെക്റ്റീവിൽ ഒത്തിരി ഷിഫ്റ്റ്, ഒത്തിരി ചേഞ്ചസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേര് വന്നിട്ട് ഒറ്റയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടാകാം. ചിലപ്പോൾ നിങ്ങൾക്ക് ആരുടെയും സപ്പോർട്ട് ഉണ്ടായി കാണത്തില്ല, നിങ്ങൾ തന്നെ നിങ്ങളുടെ ഉള്ളിൽ വർക്ക് ചെയ്തിട്ടുണ്ടാകാം. ചിലപ്പോൾ ആർക്കും മനസ്സിലാകുന്നുണ്ടാകില്ല ചുറ്റുമുള്ളവർക്ക്. പക്ഷേ ബി പ്രൗഡ് ഓഫ് യുവർ സെൽഫ്. ഈ ഒരു ജേർണി നിങ്ങൾ ഒത്തിരി ഹാർഡ് വർക്കിൽ കൂടെ, ഒത്തിരി ഡെഡിക്കേഷനിൽ കൂടെ ഒത്തിരി നിങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ട് ഈ ഒരു എനർജിയിൽ എത്തിപ്പെടാൻ വേണ്ടിയിട്ട്. കുറച്ച് പേര് എന്തെങ്കിലുമൊക്കെ ഈ ഒരു സമയത്ത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാകാം, അല്ലെങ്കിൽ ചെയ്യാനായിട്ട് നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഐഡിയ ഉണ്ടാകാം. ഓക്കെ, ആ ഒരു ലെവൽ വരെ നിങ്ങൾ വന്നിട്ടുണ്ടാകാം. അപ്പോൾ ബി പ്രൗഡ് ഓഫ് യുവർ സെൽഫ്. ഓക്കെ, കൺഗ്രാജുലേഷൻസ്. നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ ലൈഫ് വന്നിട്ട്. ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ക്യൂൻ ഓഫ് ഇൻസ്പിറേഷനാണ് വന്നേക്കുന്നത്. ഈ ഒരു ക്യൂൻ വന്നിട്ട് മറ്റുള്ളവരെ അധികം ബോദർ ചെയ്യാത്ത എനർജിയാണ്. തൻ്റെ ഗൈഡൻസ് അല്ലെങ്കിൽ തനിക്ക് എന്താണോ തോന്നുന്നത് അതിനനുസരിച്ചിട്ട് മൂവ് ചെയ്യുന്ന എനർജിയാണ്. ഓക്കെ, അപ്പോൾ മറ്റുള്ളവരെന്ത് പറയുന്നു, മറ്റുള്ളവരെന്ത് ചിന്തിക്കുന്നു, അതധികം ബോദർ ചെയ്യാത്ത ഒരു എനർജിയാണ്. പക്ഷെ ആ ഒരു എനർജി നല്ലതാണ്. നമ്മളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് പോകുന്ന ആ ഒരു എനർജി നല്ലതാണ്. പക്ഷെ ചില സമയങ്ങളിൽ ആ ഒരു ഓവറായിട്ടുള്ള ആ ഒരു കോൺഫിഡൻസ് വരണ സമയത്ത് ചില അപകടങ്ങൾ, നമ്മൾക്ക് മനസ്സിലാകാൻ പറ്റാത്ത എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ പമ്മിയിരിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ നമ്മളെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്നുണ്ടാകാം. നിങ്ങൾ എപ്പോഴാണോ തെറ്റ് ചെയ്യുന്നത് അവിടെ നിങ്ങളെ ക്യാച്ച് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടിട്ട് കുറച്ചും കൂടെ സൂക്ഷിച്ച് നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേരോട് പറയുന്നുണ്ട്, നിങ്ങൾ ഒത്തിരി ജേർണി കംപ്ലീറ്റ് ചെയ്തു, ഒത്തിരി മുന്നോട്ട് വന്നു, ഇനി നിങ്ങൾ പറയേണ്ടത് ന്യൂ സ്റ്റോറിയാണ്. ഓക്കെ, ഇനി എൻ്റെ ലൈഫിൽ എന്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും, എന്തെല്ലാം കാര്യങ്ങളിൽ ഞാൻ ഫോക്കസ് ചെയ്യണം, അതിൽ കുറച്ചും കൂടെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ട്രൂത്ത്, സത്യസന്ധത, ആത്മാർത്ഥത, അതെല്ലാം വളരെ അത്യാവശ്യമാണ് മുന്നോട്ടുള്ള സമയങ്ങളിൽ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, എന്തെങ്കിലും ഒരു ഫ്ലോ വന്നു കഴിഞ്ഞാൽ ക്യാച്ച് ചെയ്യും. ഇത് ചിലപ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ള എനർജീസ് ആയിരിക്കാം, അല്ലെങ്കിൽ യൂണിവേഴ്സ് ആയിരിക്കാം. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് കറക്റ്റായിട്ട് ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ അവേക്കനിങ്ങിൻ്റെ എനർജി നമ്പർ 20 ജഡ്ജ്മെൻറ്റിൻ്റെ എനർജിയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി ജഡ്ജ്മെൻ്റൽ എനർജി ഉണ്ട്. ഈ ഒരു കാര്യത്തെക്കുറിച്ചിട്ട് നിങ്ങൾ ഓൾറെഡി പല കാര്യങ്ങളും കൺക്ലൂഷനിൽ എത്തിയിട്ടുണ്ടാകാം.
സത്യം അറിയാതെ തന്നെ അതിന് മുന്നേ നമ്മൾ പല കാര്യങ്ങളും കണക്കുകൂട്ടി വെച്ചിട്ടുണ്ടാകാം. അത് ഈ ഒരു മുന്നോട്ട് വരണ സമയത്ത് നെക്സ്റ്റ് ന്യൂ മൂണിൻ്റെ മുന്നേ ആയിട്ട് അത് കുറേശ്ശെയായിട്ട് റിലീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് ഹാർട്ട് ചക്രയിൽ ഹീലിംഗ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഹാർട്ട് ചക്ര കുറച്ചും കൂടെ ഓപ്പൺ ചെയ്യാനായിട്ട് ആ ഒരു സോഴ്സിൻ്റെ എനർജി, ആ ഒരു സ്പിരിച്വൽ എനർജി ആയിട്ട് കണക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ മെഡിറ്റേഷൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓവറായിട്ട് നിങ്ങളെ ജഡ്ജ് ചെയ്യാതിരിക്കുക, മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാതിരിക്കുക. ഓക്കെ, ആ ഒരു ജഡ്ജ്മെൻ്റലായിട്ടുള്ള എനർജി റിലീസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളൊരു അവേക്കനിങ് സ്റ്റേജിൽ കൂടെ കടന്നു പോകുന്നതാണ്. നിങ്ങളുടെ ഹാർട്ട് ചക്ര ഇവിടെ ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങളുടെ നെക്സ്റ്റ് ന്യൂ മൂണിന് മുന്നേ ആയിട്ട് ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ക്ലിയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് വന്നിട്ട് നിങ്ങളുടെ നിങ്ങളുടെ ചെവി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മളുടെ ഇയറാണ് എല്ലാ കാര്യങ്ങളും നമ്മളുടെ എന്താ പറയുക ഉള്ളിലോട്ട് എടുക്കുന്ന എനർജി. അതായത് പല സൗണ്ട്സിൽ കൂടെ പല കാര്യങ്ങളും നമ്മൾ പിടിച്ചെടുക്കുന്നുണ്ട്, വേർഡ്സിൽ കൂടെ പിടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതും കുറച്ചും കൂടെ ഫിൽട്ടർ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ ഒരു സമയത്ത് വന്നിട്ട്. നെക്സ്റ്റ് നോക്കാം, നിങ്ങളുടെ ഫുൾ മൂൺ എനർജി നോക്കാം. താങ്ക് യു. പായൽ നമ്പർ 2 കണ്ടോ, ഫസ്റ്റ് ക്വാർട്ടർ മൂൺ ഇൻ ഏരിയസ്, സ്റ്റെപ്പ് ഇൻ ടു യുവർ പവർ. ഡെഫിനറ്റ്ലി നിങ്ങളുടെ പവർ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആ ഒരു എനർജിയിൽ നിങ്ങൾ കടന്നിട്ടുണ്ട്. ഓൾറെഡി ആ ഒരു സ്റ്റെപ്പ് എടുത്തു വെച്ചിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. ഫസ്റ്റ് ക്വാർട്ടറാണ് വന്നേക്കുന്നത്. ആ ഒരു കാൽഭാഗം നിങ്ങൾ മുന്നോട്ട് പോയേക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ കുറച്ചുകൂടെ കോൺഫിഡൻസോടുകൂടി മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ സോളാർ പ്ലെക്സസ് ചക്ര കുറച്ചും കൂടെ ഹീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതും നിങ്ങളിവിടെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. പാക്കിൽ വന്നിട്ട് ട്രസ്റ്റ് ഓൾ വിൽ ബി വെൽ, ന്യൂ മൂൺ ഇൻ വെർഗോ. കുറച്ച് പേർക്ക് പാസ്റ്റിൽ നിങ്ങളുടെ ലൈഫിനെ കുറിച്ചിട്ട് ഒത്തിരി കൺസേൺ ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ, എന്തുകൊണ്ടിട്ടാണ് ഞാൻ മാത്രം ഇങ്ങനെ അനുഭവിക്കുന്നത്, അതിൻ്റെ റീസൺ എന്താണ്? അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കൂടെ പാസ്റ്റിൽ കടന്നു പോയിട്ടുണ്ടാകാം. അപ്പോൾ അതിനെല്ലാം ഉത്തരങ്ങൾ കുറച്ച് പേർക്ക് ഇവിടെ ഓൾറെഡി ലഭിച്ചിട്ടുണ്ടാകാം. സ്പിരിച്വൽ റീസൺസ് ഓൾറെഡി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകാം. അപ്പോൾ നിങ്ങൾ വന്നിട്ട് കുറച്ചും കൂടെ ഒരു കാം എനർജിയിൽ ഇരിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് എല്ലാം നന്നായിട്ട് നടക്കും, ഓൾ ഈസ് വെൽ. ആ ഒരു എനർജിയിലോട്ട് വരാനായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതും നിങ്ങളുടെ ആ സ്കാറ്റേർഡ് ആയി കിടന്ന, ചെതറിക്കിടന്ന നിങ്ങളുടെ ആ ഒരു പവർ, എനർജി നിങ്ങളുടെ ഉള്ളിലോട്ട് തിരിച്ചു കൊണ്ടുവരാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഈ ഒരു സമയത്ത് എന്ത് ബ്ലെസ്സിങ് ആണ് വരുന്നത് നോക്കാം. പായൽ നമ്പർ 2യുടെ ലൈഫിൽ എന്ത് ബ്ലെസ്സിങ് ആണ് ഈ ഒരു ഫുൾ മൂൺ കൊണ്ടുവരുന്നത്? ഏസ് ഓഫ് വോൺസിൻ്റെ എനർജിയാണ് ഇവിടെ വന്നിട്ട്. ന്യൂ ഇൻസ്പിറേഷൻ, പുതിയ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഇൻസ്പിറേഷൻ നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്നതാണ്. പുതിയ ഓപ്പർച്യൂണിറ്റി, അവസരങ്ങൾ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ കുറച്ചും കൂടെ പ്രകൃതിയായിട്ട്, പ്ലാൻസ് ആയിട്ടൊക്കെ കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. ഓക്കെ, കുറച്ച് പേർക്ക് ഗാർഡനിങ്, അതുപോലെ തന്നെ ആ ഒരു പ്രകൃതിയോടുള്ള സ്നേഹം ഇവിടെ വർദ്ധിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എഗെയിൻ നിങ്ങളുടെ ആ ഒരു ഫയർ എലമെൻറ്റ്, ആ ഇൻസ്പിറേഷൻ വന്നിട്ട് ഫയർ ആണ് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു സോളാർ പ്ലെക്സസ് ചക്ര ആക്ടിവേറ്റ് ആയിട്ടിരിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അത് മുന്നോട്ട് വരണ സമയത്ത് കുറച്ചും കൂടെ നിങ്ങളുടെ പാഷനായിട്ട് കണക്ട് ചെയ്യുന്നതാണ്. കുറച്ചും കൂടെ കറേജസ് ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കുറച്ചും കൂടെ ഒപ്റ്റിമിസ്റ്റിക് എനർജിയിലും പോസിറ്റീവ് എനർജിയിലും നിങ്ങളിരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേര് കൂടുതൽ മെഡിറ്റേറ്റ് ചെയ്യാനായിട്ട് നിങ്ങളെ മുന്നോട്ടുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് ആഗ്രഹം തോന്നുന്നുണ്ടാകാം. ഫിസിക്കൽ എക്സസൈസ് ചെയ്യാനായിട്ട് ആഗ്രഹം തോന്നുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് കുട്ടികളായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ബ്ലെസ്സിങ്ങും ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അവരുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടാകാം. അല്ലെങ്കിൽ നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനായിട്ട് മുന്നോട്ട് വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ സോൾ പർപ്പസ് വന്നിട്ടും കുട്ടികളെ സപ്പോർട്ട് ചെയ്യുക, അവരെ ഹെൽപ്പ് ചെയ്യുക, ഗൈഡ് ചെയ്യുക. ഓക്കെ, അതെല്ലാം ആയിരിക്കാം. നെക്സ്റ്റ് നിങ്ങൾക്കുള്ള അഡ്വൈസ് എന്താ നോക്കാം. താങ്ക് യു. അഡ്വൈസ് എന്താണ്? നത്തിങ് വിൽ കം ഔട്ട് ഓഫ് ദ സിറ്റുവേഷൻ വോയിഡ് ഓഫ് കോഴ്സ് മൂൺ. നിങ്ങളുടെ ലൈഫിൽ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത കാര്യങ്ങൾ, ഓൾറെഡി എൻഡ് ചെയ്ത കാര്യങ്ങൾ, ഇത് ഇനി അവിടെ നമ്മൾ എഫേർട്ട് കൊടുത്തിട്ട് നമുക്ക് പ്രത്യേകിച്ചും റിസൾട്ട് ഒന്നും ലഭിക്കത്തില്ല. അപ്പോൾ പർപ്പസ് കംപ്ലീറ്റ് ചെയ്ത കാര്യങ്ങൾ, ഓൾറെഡി ഒരു വ്യക്തി എന്തിനാണോ നിങ്ങളുടെ ലൈഫിൽ വന്നത്, ആ വ്യക്തി പഠിപ്പിക്കേണ്ട പാഠങ്ങൾ നിങ്ങളെ ഓൾറെഡി പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ അതിൽ നിന്ന് വിസ്ഡം ഉൾക്കൊണ്ടിട്ടുണ്ട്.
ഇനി നിങ്ങൾ അതിനെക്കുറിച്ചിട്ട് ഓവറായിട്ട് തിങ്ക് ചെയ്യാതിരിക്കുക, മൂവ് ഓൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ കുറച്ച് പേരോട് പറയുന്നുണ്ട്, ചില കാര്യങ്ങൾ സംഭവിക്കാത്തത് നിങ്ങളുടെ എന്താ പറയുക നല്ലതിന് വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ ആ ഒരു റൂട്ടിൽ കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന റിസൾട്ട് ലഭിക്കത്തില്ല. അപ്പോൾ നിങ്ങൾ ലക്കിയാണ്, നിങ്ങളെ ഡിവൈൻ ഒത്തിരി പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്, ഗൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബി പ്രൗഡ് ഓഫ് യുവർ സെൽഫ്. നിങ്ങൾ ചെയ്ത എഫേർട്ടിന്, നിങ്ങൾ ചെയ്ത ആ ഒരു ഹീലിംഗ് വർക്കിന് നിങ്ങൾ കുറച്ചും കൂടെ നിങ്ങളെ അഭിനന്ദിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ഈ ഒരു കാര്യങ്ങളിൽ കുറച്ചും കൂടെ വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, സോളാർ പ്ലെക്സസ് ചക്ര കുറച്ചും കൂടെ ബാലൻസ് ചെയ്യാനായിട്ട് മെഡിറ്റേഷൻ ചെയ്യാനൊക്കെ ആയിട്ട് ശ്രമിക്കുക. മെയിനായിട്ട് പ്രകൃതിയായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്, മൃഗങ്ങൾക്ക് വേണ്ടിയിട്ട്, കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതെല്ലാം നിങ്ങളുടെ എനർജി ഗ്രൗണ്ടഡ് ആയിട്ട് നിർത്താനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ വന്നിട്ട് ഹാർട്ട് ചക്ര ഹീലിങ്ങും ചെയ്യുക. ഓവറായിട്ട് നിങ്ങൾ ആ ഒരു ഓവർ തിങ്കിങ്ങിൻ്റെ എനർജി, ഓവർ അനലൈസിങ്ങിൻ്റെ എനർജി, അതിൽ നിന്ന് കുറച്ചൊന്ന് വിട്ടു നിൽക്കാനായിട്ട്, ഹീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ വർത്ത്, സെൽഫ് വർത്തിൽ കുറച്ചും കൂടെ വർക്ക് ചെയ്യാനായിട്ടും കുറച്ച് പേരോട് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 2 സെലക്ട് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.